അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ പറയാം. അതായത് ആദ്യം പറയേണ്ടത് അവസാനവും അവസാനം പറയേണ്ടത് ആദ്യവും പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, വലിച്ചു നീട്ടുന്നതിന് മുൻപ് ഈ സിനിമയെ പറ്റിയുള്ള എന്റെ ജെനുവിൻ ഒപ്പീനിയൻ ആളുകൾ ആദ്യം തന്നെ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്. സോ ലെറ്റ്സ് ബിഗിൻ. ടു ബി ഹോണസ്റ്റ്, ഈ സിനിമ കണ്ടു തീർത്ത് റിവ്യൂ ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഈ സിനിമയെ പറ്റിയുള്ള പൊതു അഭിപ്രായവും, പ്രത്യേകിച്ച് ഇതൊരു മലയാള സിനിമയായിരുന്നെങ്കിൽ ഒരു വൻ വിജയമായി ഇത് മാറിയനെ എന്നുള്ള തമിഴന്മാരുടെ സോഷ്യൽ മീഡിയ കമന്റ്സ് മലയാളികൾക്ക് മേലെ ഒരു ബാധ്യത പോലെ വന്നു വീണതുകൊണ്ടുകൂടി ഈ സിനിമയെ പറ്റി ഫേക്കായി ഒരു ഹൈലി പോസിറ്റീവ് റിവ്യൂ ഇട്ടാലോ എന്ന് വരെ ഞാൻ ഒരു ഘട്ടത്തിൽ കരുതിയതാണ്. പക്ഷെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഒരുപക്ഷെ ഈ സിനിമ മലയാളത്തിൽ എടുത്തിരുന്നെങ്കിൽ അരവിന്ദ് സ്വാമിയുടെ റോള് ബിജു മേനോനും കാർത്തിയുടെ റോള് വിനീത് ശ്രീനിവാസനും ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ. പക്ഷേ അങ്ങനെ ഒരു സിനിമ വന്നിരുന്നെങ്കിൽ നമ്മളത് വിജയിപ്പിക്കുമായിരുന്നോ? സംശയമാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ഈ സിനിമ ഉദ്ദേശിക്കുന്ന ഇമോഷണൽ കണക്ഷൻ എനിക്ക് കിട്ടിയില്ലെങ്കിലും ഒരു കഥാപാത്രത്തിന് തന്നെ അത്രയും കാര്യമായി ട്രീറ്റ് ചെയ്യുന്ന, തന്റെ പാസ്റ്റൊക്കെ എണ്ണി എണ്ണി പറയുന്ന മറ്റേ കഥാപാത്രത്തിന്റെ ആ ഒരു പേര് അല്ലെങ്കിൽ അതാരാണെന്ന് പിടികിട്ടുന്നില്ല എന്നുള്ള ആ ഒരു എലമെന്റ് ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ പ്രേക്ഷകനായ എന്നെ ബാധിക്കുകയും ശേഷം അത് ആരായിരിക്കും എന്നുള്ളതിന് ഞാൻ എന്റേതായുള്ള ഒരു സിനിമാറ്റിക് ഉത്തരവും കൊടുത്തു. എന്തായിരുന്നു ആ ഒരു ഉത്തരം? ഒരുപക്ഷെ ആ കാർത്തിയുടെ കഥാപാത്രം ദൈവത്തിന്റെ പ്രതിരൂപം സെറ്റപ്പ് ആണെന്നുള്ള ഒരു ലൈൻ. എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ബാലാമണി ഉണ്ണിയേട്ടൻ സെറ്റപ്പ്. എന്തിനാണ് ദൈവം ഇങ്ങനെ ഇയാളുടെ മുന്നിൽ വന്നത് എന്ന് വെച്ചാൽ, സിറ്റിയിൽ താമസിക്കുന്ന നായകന് തനിക്ക് നഷ്ടപ്പെട്ടുപോയ വേരുകളെ ഓരോന്നോരോന്നായി ഓർമ്മപ്പെടുത്തിയെടുക്കാൻ വേണ്ടി. അങ്ങനെ ഒടുക്കം ഞാനും മെയ്യഴകൻ കണ്ടു. ഇദ്ദേഹത്തിന്റെ നിരന്തരമായ സജഷന്റെ പുറത്ത്